ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. വീടിനടുത്തെ പറമ്പിൽ നിന്നാണ് സജിയെ പിടികൂടിയത്. വീട്ടുവളപ്പിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ സജിയുടെ മാതാവ് മേരിക്കുട്ടിയുടെയും സഹോദരൻ റജിയുടേത് എന്നുമാണ് പോലീസ് വിലയിരുത്തൽ. സജി കുറ്റം സമ്മതിച്ചെന്നും കീഴടങ്ങുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ. രാഹുൽ ഉജ്ജനുകളുമായിരുന്നു. രാഹുൽ, ഇവരുടെയൊക്കെ പിതാവ് 2018 കാണാതായ മാത്യുവിന്റെ തിരോധാനം കൂടി സംശയം നേരിട്ട് നിൽക്കുകയാണ്. അമ്മയെയും സഹോദരനെയും കൊന്നത് ഇയാളാണെങ്കിൽ ഇയാൾ എന്തിനത് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ, എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം അത് കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളുടെ മൊഴി, സജിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പം നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ഇയാൾ സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. നിക്കക്കള്ളി ഇല്ലാതെ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 12 മണിയോടുകൂടി വീടിന് സമീപത്തെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും റോഡിന് സൈഡിലെ ഒരു കടയിൽ വന്നിരിക്കുകയും അവിടെ ഇരുന്ന് തനിക്ക് തെറ്റുപറ്റിപ്പോയി, കുറ്റം ചെയ്തു പോയി എന്ന് പറയുകയും പിന്നീട് ആ നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ഈ സജി തന്നെ എന്ന് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് മേരിക്കുട്ടിയും റജിയുമാണ് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത കുറച്ചുകൂടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കലിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ആരോഗ്യം ഒക്കെ പരിശോധിച്ചതിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും, ചോദ്യം ചെയ്യും. അതിൽ പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.